ചെത്തിയൊരുക്കുന്ന വചനത്തെ അടുത്ത വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് 15:3 കാണുന്നു. കായ്ക്കുന്നതിനെ, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ചെത്തി വെടിപ്പാക്കുവാൻ ഉപയോഗിക്കുന്ന ആയുധം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള തിരുവചനമാണ്. ഈ തിരുവചനം ഉപയോഗിച്ച് ചെത്തുമ്പോൾ ഒരിക്കലും നശിപ്പിക്കാൻ അല്ല, തിരുവചനം ഉപയോഗിച്ചാണ് ചെത്തുന്നത്. കാരണം ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ട് ചേർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അധികം ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ വചനത്തിനായിട്ട് ആവലോടെ കാത്തിരിക്കുക. കളിതമാശ പറഞ്ഞ് ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കോമഡി പ്രസംഗമല്ല, നമ്മെ കരയിപ്പിക്കുന്ന, നമ്മെ സ്വയം ശോധന ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന, നമ്മുടെ സ്വസ്ഥതയെ കളയുന്ന, നമ്മെ ഒരുക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന, നമ്മെ തിരുത്തുന്ന തിരുവചനത്തിൻ്റെ കേൾവി നമുക്കെപ്പോഴും ആവശ്യമാണ്. എന്നാൽ ഇന്നത് അവർണ്ണനീയമാംവിധം കുറഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രസംഗങ്ങളും അതിനോട് ചേർന്നുള്ള കലാപരിപാടികളും ധാരാളമുണ്ടെങ്കിലും നമ്മളെ കാണാനായിട്ട് നമ്മെ സഹായിക്കുന്ന വിധത്തിലുള്ള വചനത്തിൻ്റെ പ്രകാശനമുള്ള ശുശ്രൂഷകൾ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. കർത്താവ് തന്നെ തൻ്റെ സഭയോട് കരുണ കാണിക്കണം. ധാരാളം പ്രഭാഷകർ ഇപ്പോൾ ഉണ്ട്. അതിനെ ഒന്നിനെയും കുറ്റം പറയാൻ നമുക്കൊക്കത്തില്ല. പക്ഷേ ഈ വചനപ്രകാശനം കേൾക്കുമ്പോൾ ഒരാവേശമുണ്ടാകുന്നു, അല്ലെങ്കിൽ അല്പം ചിരിയുണ്ടാകുന്നു, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്നു. അതിലുപരിയായിട്ട് ഒരു ആത്മപകർച്ചയോ, ഒരു ഉൾക്കണ്ണ് തുറക്കലോ, ഒരു അനുതാപമോ, ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വാഞ്ചയോ, നിത്യതയ്ക്ക് വേണ്ടിയുള്ള വലിയ തീഷ്ണതയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. സാത്താനും വചനം പ്രസംഗിച്ചിരുന്നു, വചനം പറഞ്ഞു യേശു കർത്താവിൻ്റെ അടുക്കൽ. അപ്പോൾ വചനം എന്ന പേരിൽ അപ്പം ചോദിക്കുന്നവർക്ക് കല്ല് കൊടുക്കുന്ന, മീൻ ചോദിക്കുന്നവർക്ക് പാമ്പിനെ കൊടുക്കുന്ന, മുട്ടയ്ക്ക് പകരം തേളിനെ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ദൈവസഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഒരു ഉണർവിലൂടെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ദൈവം തൻ്റെ ജനത്തെ കടാക്ഷിക്കട്ടെ. അതിനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതെ, നമ്മെ ശുദ്ധീകരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് വചനം കേൾക്കാം. ആമേൻ, ആമേൻ, ആമേൻ.